ചിലരങ്ങനെയാണ്. ജനിച്ചു വളർന്ന വീടിനോട് വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റ് തന്നെയാണ്. നൊസ്റ്റാൾജിക് ഫീൽ. ഒരു കൂട്ടുകുടുംബം പോലെ ബാല്യം ചിലവഴിച്ച ആ വീടിനോട് അവർക്കൊരിക്കലും അത് പൊളിച്ചു കളഞ്ഞ് പുതിയൊരു വീട് വയ്ക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. അങ്ങനെ ഒരു വീടിൻ്റെ കഥയുമായി കുഞ്ഞു സ്റ്റോറി സാൻകോ സെറാമിക്സ് വീട്. ഏവർക്കും ഈ വീട്ടുകാര്യങ്ങളിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടമായാൽ മാത്രം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ പേര് ഹരികൃഷ്ണൻ, ഇതെൻ്റെ വൈഫ് സൗപർണിക. ആക്ച്വലി ഇത് നമ്മുടെ ഒരു 60 വർഷം പഴക്കമുള്ളൊരു വീടാണ്. അതാണ് ഞങ്ങളിത് റിനോവേറ്റ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ സ്ട്രക്ചറിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. കുറച്ച് വാൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്തിട്ടാണ് ഞങ്ങളിത് ചെയ്തിട്ടുള്ളത്. വീടെന്ന് പറയുന്നത് എല്ലാവരുടെ ഒരു ഡ്രീം ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഞങ്ങളും അത് ചെയ്യാൻ തുടങ്ങിയിട്ട് 2-3 വർഷമായി. അപ്പം ഞങ്ങളുടെ മനസ്സിൽ എങ്ങനെ വേണം എന്നുള്ളൊരു നല്ലൊരു പ്ലാനും കാര്യങ്ങളൊക്കെ മനസ്സിലിട്ടുകൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. അപ്പം പുതിയ സ്ഥലം നോക്കാം, വീട് വയ്ക്കാം എന്നൊക്കെയുള്ള രീതിയിൽ ഞങ്ങൾ പ്ലാനിങ് നടത്തി ഒരുപാട് സ്ഥലങ്ങളിൽ പോയി കാണാനൊക്കെ, പുതിയ ആരെങ്കിലും വീട് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയി കാണാനും. പിന്നെ അതിൻ്റെ ഒരു ഫിനാൻഷ്യൽ മാറ്റേഴ്സിലേക്ക് വന്നപ്പോഴേക്കും ഒരു വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ ചെയ്യണോ എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലേക്ക് പെട്ടെന്ന് എങ്ങനെയോ ഞങ്ങൾ പോയി. ഈ പറയുന്ന പോലെ ഇൻസ്റ്റാഗ്രാമും ഈ ഹൗസിംഗ് ലോൺ എടുത്തവരുടെയൊക്കെ കുറേ സ്റ്റോറീസൊക്കെ കണ്ടപ്പോഴാണ് ദെൻ വൈ നോട്ട് ഈ വീട് നമുക്കൊന്ന് പ്രിസർവ് ചെയ്തുകൂടാ. ഇറ്റ്സ് ലൈക്ക് 60 years ഓൾഡ് ഹോമാണ്. അപ്പം ഇതെങ്ങനെ പ്രിസർവ് ചെയ്തുകൂടാ എന്നുള്ളൊരു തോട്ടിലേക്ക് വന്നു. അതിനുശേഷം ഞങ്ങളൊരു എഞ്ചിനീയറെ കൊണ്ടുവന്ന് കാണിക്കേണ്ടായി. കാരണം ഒരുപാട് കൺസേൺസ് ഉണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ ഫസ്റ്റ് സ്ട്രക്ചർ വാർക്കലായിരുന്നു. ഇതിന് മുന്നേ ഒന്ന് റിനോവേറ്റ് ചെയ്താണ്. സെൻട്രൽ പോർഷൻ വന്നിട്ട് മച്ചാണ്. നമുക്ക് ആ മച്ച് കീപ്പ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളത് ആസ്പെറ്റോസിൻ്റെ ഷീറ്റായിരുന്നു. അപ്പം ഇതെങ്ങനെ നമുക്കൊന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയായിരുന്നു. ഞങ്ങൾ എൻജിനീയറുമായിട്ട് സംസാരിച്ചു. അവർ വന്ന് എല്ലാം ചെക്ക് ചെയ്തു. ഞങ്ങൾക്ക് എങ്ങനെയാണ് ഇതിനെ മാറ്റേണ്ടതെന്നുള്ളത് നമുക്കൊരു ഇമേജ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ അത് അവരുമായിട്ട് പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഞങ്ങൾ എന്താണോ പറഞ്ഞത് അതേ രീതിയിലേക്ക് ക്യൂറേറ്റ് ചെയ്തിട്ട് ബ്യൂട്ടിഫുള്ളി ഞങ്ങൾക്കൊരു ഡ്രോയിങ് തന്നു. ഞാൻ ആ പോയിന്റിൽ ഞങ്ങൾ ഡിസൈഡ് ചെയ്തു, ഓക്കെ ഇനി നമുക്ക് ഇത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം, പുതിയൊരു വീട്ടിലേക്ക് ആലോചിക്കേണ്ട എന്നുള്ള രീതിയിൽ. പക്ഷേ നമുക്കറിയാം അതിൻ്റെ ചലഞ്ചസ് എന്തൊക്കെയായിരിക്കും എന്നുള്ളത് നമ്മൾ വെൽ അവെയർ ആയിരുന്നു. പിന്നെ നമ്മൾ ആദ്യം തന്നെ മനസ്സിലൊരു എക്സ്പെക്റ്റേഷൻ വെച്ചില്ല. അതായത് പഴയ വീടാണ്, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ഞങ്ങൾ ആദ്യം തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു മനസ്സിൽ. അപ്പം 100% പെർഫെക്ഷൻ പ്രതീക്ഷിക്കാതെയാണ് ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫൈനലി ഇപ്പം ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. നമ്മൾ ആഗ്രഹിച്ച പോലെയൊക്കെ തന്നെ വന്നിട്ടുണ്ട്. അതെ. അപ്പം ആ ഒരു രീതിയിൽ ഞങ്ങൾക്ക് ആ പഴമ ഒരു പ്രിസർവ് ചെയ്യണം എന്നുണ്ടായിരുന്നു. എന്നാലൊരു മോഡുലാർ കിച്ചണും ഒരു നല്ലൊരു ഫാമിലി ലിവിങ് ഏരിയ ഒക്കെ വേണം എന്നുണ്ടായിരുന്നു. ആൻഡ് നമ്മൾ ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റ്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റിൽ ഇത് തീരണം എന്നും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി. ഇൻ ബിറ്റ്വീൻ കുറേ പ്രശ്നങ്ങളും ഇതൊക്കെ സ്വാഭാവികമാണല്ലോ വീട് പണി എന്ന് പറയുമ്പോഴേക്കും. അപ്പോൾ അതെല്ലാം ഉണ്ടായിരുന്നു. ആൻഡ് സംഹൗ എല്ലാം ബ്യൂട്ടിഫുള്ളി ഞങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റി. ആൻഡ് ഞങ്ങളായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ നമുക്ക് ഒരുപാട് നല്ല ടീംസിനെ നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റി. ഓരോ വർക്കേഴ്സ് ആണെങ്കിലും
വെച്ചാൽ എല്ലാവർക്കും ഒരു കൺസേൺ ഉണ്ട്, നിങ്ങൾ എന്തിനാണ് ഇത്രയും പൈസ മുടക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനീ പഴയ വീട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. ഇവിടെ ഡേ 1 തൊട്ട് വന്ന എല്ലാ പണിക്കാരും എൻ്റെ അടുത്തും ഹസ്ബൻഡിൻ്റെ അടുത്തും ചോദിച്ചുകൊണ്ടിരുന്ന ക്വസ്റ്റ്യനാണ്, നിങ്ങൾക്ക് വേറെ പണിയില്ലേ, നിങ്ങൾ എന്തിനാണ് ഇത്രയും പഴഞ്ചനൊരു വീടിനെ ഇങ്ങനെ ആക്കുന്നത് എന്ന് അവർ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് നമ്മളുടെ ഒരു ഐഡിയ നമ്മൾ വിഷ്വലി ഞങ്ങൾ മനസ്സിൽ കണ്ടപ്പോഴേക്കും വി ആർ ഓക്കെ വിത്ത് ഇറ്റ്. ഓക്കെ, അപ്പം അങ്ങനെയാണ്. ഒരു സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് പുതിയതൊരെണ്ണം പണിയുന്നതിൻ്റെ 4 പോലും കോസ്റ്റ് ആയിട്ടില്ല. അപ്പം ഞങ്ങൾ അതേപോലെ ടച്ച് വുഡ് ഞങ്ങൾക്ക് ആൾക്കാരെ പിക്ക് ചെയ്ത് ദൈവം നല്ല ടീമുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പറ്റിയത് ഞങ്ങൾക്കൊരു ഫുൾഫിൽ ചെയ്യാൻ പറ്റി. ഇതൊരു ടോട്ടൽ ഒരു 2500 സ്ക്വയർ ഫീറ്റ് ഏരിയ ഉണ്ട് ഈ വീട്. ഇപ്പം ഇതിന് നമുക്ക് കോസ്റ്റ് വന്നപ്പോഴത്തേക്കും നമുക്കൊരു 80 to 20 lakhs ആണ് നമുക്കിപ്പോൾ നിലവിൽ ആയിരിക്കുന്നത്. വിത്ത് ഫർണിച്ചേഴ്സ് എല്ലാം കൂടിയാണ് നമുക്ക് ആ കോസ്റ്റിങ് വന്നിട്ടുള്ളത്. ആൻഡ് മോസ്റ്റ്ലി ഞങ്ങൾ കുറേ സാധനങ്ങളെല്ലാം ഇവിടെ ഡെക്കോർ ഐറ്റംസും എല്ലാം ഓൺലൈനായിട്ടാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ബാക്കി നമ്മൾ കുറച്ച് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. ആണെങ്കിലും എല്ലാം നമ്മൾ അതിലൊരു കോംപ്രമൈസ് നമ്മൾ വരുത്തിയിട്ടില്ല. മൊറോവർ ഇവിടെ വരുന്ന ആൾക്കാർ ആക്ച്വലി ഇത് തറവാടാണ്, അച്ഛൻ്റെ തറവാടാണ്. അപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ഗെറ്റ് ടുഗദർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി എല്ലാവരും ഭയങ്കര സർപ്രൈസ്ഡ് ആയി. പഴയ വീടേ മാറിപ്പോയി, ഇതൊരു ജനിച്ചു വളർന്ന വീട് ഈ ഒരു രീതിയിലേക്ക് മാറിയത് അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് ഞങ്ങളത് കണ്ടപ്പോൾ ഞങ്ങളും ഭയങ്കര ഹാപ്പിയായി. കാരണം മെയിൻലി അവരുടെ കുട്ടിക്കാലമൊക്കെ അവരിവിടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഇതേ ലോഡ് ഓഫ് മെമ്മറീസ്. അപ്പം ആ റൂമിൽ എന്നെ തൊട്ടിൽ കെട്ടി കിടത്തിയതാണ്, ആ റൂമിൽ അങ്ങനെ ഒരുപാട് ഇമോഷൻസ് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം അവർ ഈ വീട് വന്ന് കണ്ടപ്പോഴേക്കും ദേ വർ ലൈക്ക് വാവ് എന്നാണ് ഞങ്ങളടുത്ത് പറഞ്ഞത്. ഞങ്ങളുടെ ഒരു ഡിമോളിഷൻ സ്റ്റേജ് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ സാൻകോയായിട്ട് പറ്റി അറിയുന്നത്. അതിനുശേഷമാണ് അവരുടെ ഷോറൂമിൽ പോയിട്ട് ഞങ്ങളുടെ ഡിസൈൻസും ഞങ്ങളുടെ കൺസെപ്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മളിതിൻ്റെ ടൈൽസിൻ്റെ ഒപ്പം തന്നെ സാനിറ്ററി ഐറ്റംസും ബാത്ത് ഫിറ്റിങ്സും CP ഫിറ്റിങ്സും എല്ലാം തന്നെ നമ്മൾ സാൻകോയിൽ നിന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്തത്. അതും നമുക്ക് നല്ലൊരു റേറ്റിൽ നമുക്ക് ലഭിച്ചു. ഈ ഒരു വീടിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് പൈസ പൊടിയുന്ന ഏരിയ ഈ പറയുന്ന സാധനങ്ങളിൽ ഫിറ്റിങ്സിലേക്കാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ പൈസ ചിലവാകും. നമ്മളൊരു ഫിനിഷിങ് സ്റ്റേജിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഒന്നിനും തികയാത്തൊരു സ്റ്റേജിലേക്ക് വരുന്നത്. പക്ഷേ നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴേക്കും ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ 2-3 കടകളിൽ വേറെയും പോയി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് കമ്പയർ ചെയ്യുന്ന ഞങ്ങളൊരു ബഡ്ജറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ബഡ്ജറ്റിൻ്റെ അകത്ത് നിന്നുകൊണ്ട് അതിലും ഒരു നല്ലൊരു എമൗണ്ട് കുറവിലാണ് ഞങ്ങൾക്ക് ഇത്രയും വീടിൻ്റെ ഫുൾ സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത്. അപ്പം അതിലും ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള എന്നാൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിലുള്ള സാധനങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലും ഈ പറയുന്ന പോലെ തന്നെ ഒരുപാട് സെലക്ഷൻ അവിടെ ഉണ്ട്, ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ആൻഡ് അവർ എന്താണ് അതിൻ്റെ ഗുഡ് എന്താണ്, അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം വരുമോ, ഇതിന് ഇന്ന കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളത് നമ്മളെ നന്നായിട്ട് അവർ എഡ്യൂക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചില സാധനങ്ങളൊക്കെ ഒരു ഭംഗി നോക്കി മാത്രം സെലക്ട് ചെയ്തപ്പോഴേക്കും ഇതിനിങ്ങനൊരു വശം വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുമ്പോൾ നമുക്ക് വൈസായിട്ട് ചൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളും വീട് റിനോവേറ്റ് ചെയ്യുന്നവരോ അല്ലാന്നുണ്ടെങ്കിൽ പുതിയ വീട് വയ്ക്കാൻ ഇപ്പം പണി നടന്നുകൊണ്ടിരിക്കുന്നവരോ പ്ലാൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് സാൻകോയായിട്ട് കൺസൾട്ട് ചെയ്യൂ. ഞങ്ങൾക്ക് 100% സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. അതുപോലെ തന്നെ നല്ല കസ്റ്റമർ സർവീസാണ് അവിടെ എല്ലാ സ്റ്റാഫും. എപ്പോൾ വേണമെങ്കിലും നമുക്ക് വിളിക്കാം, എപ്പോൾ വേണമെങ്കിലും അവർ നമുക്കൊരു സാധനം തീർന്നാൽ പോലും അവരവിടെ സ്പോട്ടിൽ എത്തിച്ചേരെ എന്തിനും അവർ റെഡിയാണ്. അപ്പോൾ ത്രൂ ഔട്ട് ദ ജേർണി വീടിൻ്റെ എന്താണെങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാം. ആൻഡ് ഞങ്ങൾ 100% ഹാപ്പിയാണ് സാൻകോ ആൻഡ് ടീമുമായിട്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദി സപ്പോർട്ട്.